ഹായ് ഫ്രണ്ട്സ്, നമുക്കിതാ നൂല് ഇതുപോലത്തെ ചെറിയ ബോൾ ഉപയോഗിച്ച് നമുക്കൊരു പാവ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇതേപോലത്തെ നൂല്, മിഷൻ നൂല് മതി. മിഷൻ നൂലോ അല്ലെങ്കിൽ ഇങ്ങനത്തെ നൂലായാലും മതി കേട്ടോ, കമ്പിളി നൂലായാലും മതി. അതൊക്കെ ഉപയോഗിച്ച് നമുക്കൊരു പാവേനെ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഇതേപോലെ ഇതൊരു പൊട്ടിയ ബോളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇതൊന്ന് ലെവൽ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ബോൾ നമുക്കൊരു ഇത് വെച്ച് ഒരു തുണി വെച്ച് നമുക്കൊന്ന് പൊതിയാം. വൈറ്റ് കളറിലെ ഒരു തുണി വെച്ച്, ബനിയൻ തുണിയാണെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ സാധാരണ ഒരു വൈറ്റ് കളറിലെ ഒരു തുണി വെച്ച് നമുക്ക് പൊതിഞ്ഞ് നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കണം. ഇത് നമുക്ക് തല വയ്ക്കാനായിട്ടുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ്. നമുക്കിതൊന്ന് ഇങ്ങനെ ഒന്ന് പൊതിഞ്ഞ് കെട്ടിക്കൊടുക്കാം. നൂല് ഉപയോഗിച്ച് നമുക്കൊന്ന് കെട്ടിയിട്ട് ബാക്കിയുള്ളതും കട്ട് ചെയ്ത് മാറ്റാം. ഇതേപോലെ നല്ല ടൈറ്റായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടുക. ബനിയൻ തുണി ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഒന്നും കൂടെ നല്ലത്, അല്ലെങ്കിൽ സാധാരണ വെള്ള തുണി ആയാലും മതി കേട്ടോ. ഇതേപോലെ കെട്ടി നമുക്ക് തയ്ച്ചു കൊടുക്കാം. കെട്ടി നമുക്ക് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. സൂചി നൂല് ഉപയോഗിച്ച് തയ്ക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തയ്ച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ തയ്ച്ച് യോജിപ്പിച്ചെടുക്കുക. ബാക്കിയുള്ള ഭാഗം നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റുകയും ചെയ്യാം. ഇതിങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ ഇത്രയും ഭാഗം നമുക്ക് മതി. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മുടി വെച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ കറുത്ത നൂലെടുത്ത് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ചുറ്റി നമുക്ക് കുറച്ചധികം കറുപ്പ് വേണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് ചുറ്റിയെടുക്കാം. ഇതേപോലെ ചുറ്റിയെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ചുറ്റിയെടുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് കാർഡ്ബോർഡെങ്കിൽ കാർഡ്ബോർഡ് എടുക്കാം കേട്ടോ. കാർഡ്ബോർഡ്, കട്ടിയുള്ള കാർഡ്ബോർഡിൽ വേണമെങ്കിൽ ഇത് ചുറ്റിയെടുക്കാം. ഞാനിപ്പോൾ എളുപ്പത്തിന് ഇതിൻ്റെ മൊബൈലിൻ്റെ കവറിൽ ചുറ്റിയെന്നേ ഉള്ളൂ കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നിങ്ങൾക്ക് കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് അതിൽ നമുക്ക് ചുറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതൊന്ന് നമുക്ക് നടുഭാഗം വെച്ചൊന്ന് കെട്ടിക്കൊടുക്കണം. ഒരു നൂല് ഉപയോഗിച്ച് നമുക്ക് ഇതേപോലെ ഒന്ന് കെട്ടിക്കൊടുക്കാം. ഇതിൻ്റെ സെൻറ്റർ കണ്ട് നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടിക്കൊടുക്കണം. ഇതേപോലെ കെട്ടിയെടുക്കുക. ഇങ്ങനത്തെ ഒരു 3, 4, 5 എണ്ണം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇതേപോലത്തെ ഒരു 5 4 ഒക്കെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുത്താൽ മതി. ഇതേപോലത്തെ ഉണ്ടാക്കിയെടുക്കാം. അത് നമുക്കിതിലേക്ക് പിന്നെ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ഇത് ഇവിടം കണ്ട് ഏകദേശം ഇത് കണ്ട് നമുക്കിതിങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് വെച്ചിട്ട് നമുക്കിതിങ്ങനെ ഒന്ന് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ വെച്ച് കൊടുക്കുക. അങ്ങനെ ഓരോ 4, 5, 6 എത്രയാണെന്ന് വെച്ചാൽ അതനുസരിച്ച് നിങ്ങൾ എടുക്കുന്ന ബോളിൻ്റെ വലിപ്പം അനുസരിച്ച് നിങ്ങൾക്കിതിങ്ങനെ വെച്ച് തയ്ച്ച് കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ആദ്യം ഇതേപോലെ ഒരെണ്ണം ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കുക. ഫ്രണ്ടിലേക്ക് മുടി അടക്കത്തക്ക രീതിയിൽ നമുക്ക് ഇങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. ഇതേപോലെ ഇങ്ങനെ ഒരെണ്ണം വെച്ച് കൊടുക്കാം. അതിന് ശേഷം അതൊന്ന് തയ്ച്ച് കൊടുക്കുക. അത് നമുക്ക് തയ്ച്ച് കെട്ടി കൊടുക്കാം. നമ്മൾ കെട്ടി നല്ല മുറുക്കി ടൈറ്റ് ചെയ്ത് കെട്ടിയേക്കുന്നുണ്ട്. ഈ കെട്ടുപാടി തന്നെ നമുക്ക് തയ്ച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതേപോലെ ഒന്ന് തയ്ച്ച് കെട്ടിക്കൊടുക്കുക. അതിന് ശേഷം ഇത് ഓരോന്നും നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് തയ്ച്ച് കൊടുക്കാം. ഇത് ഓരോന്നും ഇതേപോലെ വെച്ച് നമുക്ക് തയ്ച്ച് കൊടുക്കാം. ഓരോന്നും ഈ കെട്ടിയിട്ടുണ്ടല്ലോ, ആ കെട്ടിൻ്റെ അവിടെ വെച്ച് വേണം നമുക്ക് തയ്ച്ചു കൊടുക്കാനായിട്ട്. കെട്ട് ഓരോന്നിലും നമ്മൾ ഇങ്ങനെ സെപ്പറേറ്റ് കെട്ടിയിട്ടുണ്ടല്ലോ, ആ കെട്ടിൻ്റെ അവിടെ വെച്ച് നമ്മൾ ഓരോന്നും ഇതേപോലെ ഇങ്ങനെ തയ്ച്ച് കെട്ടി കൊടുത്താൽ മതി.
സൂചി നൂലും വേണം നമുക്ക്. സൂചി നൂല് ഉപയോഗിച്ച് ഇതേപോലെ തയ്ച്ച് കെട്ടി കൊടുത്താൽ മതി. ഇങ്ങനെ നമുക്ക് ഓരോന്ന് ഇങ്ങനെ തയ്ച്ച് കൊടുക്കാം. ഒരെണ്ണം ഇവിടെ വെച്ചെങ്കിൽ അതിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ഇതേപോലെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇങ്ങനെ വെച്ച് കൊടുത്ത് തയ്ച്ച് എടുത്താൽ മതി. ഇങ്ങനെ തയ്ച്ചെടുക്കുക. നമ്മൾ കെട്ടിയേക്കുന്നതായിരിക്കണം നമുക്ക് സെൻറ്ററായിട്ട് ഉപയോഗിക്കേണ്ടത് കേട്ടോ. നല്ലൊരു 2 സൈഡും ഒരേപോലെ ഇരിക്കുന്നത്. അല്പമൊക്കെ വ്യത്യാസം വന്നാലും നമുക്കത് കട്ട് ചെയ്ത് മാറ്റി കളയാവുന്നേ ഉള്ളൂ. നമ്മൾ ലെവൽ ചെയ്ത് കെട്ടുമ്പോൾ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ടിലേക്ക് നമുക്ക് കുറച്ചിങ്ങനെ മുടി കിടക്കണമല്ലോ. അതിന് വേണ്ടിയിട്ട് നമുക്കിതിങ്ങനെ പതുക്കെ ചെറുതായിട്ട് നമുക്കിതിൻ്റെ അകത്തോട്ട് നൂലെടുത്തതിന് ശേഷം നമുക്ക് ഇത് ഇങ്ങനെയൊന്ന് കോർത്ത് കൊടുക്കാം. ഒത്തിരി വലിച്ച് ചെയ്യേണ്ട, അല്ലാതെ നമുക്കൊന്ന് കോർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ നൂല് തന്നെ വേണം കേട്ടോ ഉപയോഗിക്കാനായിട്ട്. അതുകൊണ്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിങ്ങനെ ഒന്ന് കോർത്ത് ഇത് ഓരോന്ന് ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുക്കാം. ഇത് ഈ സൈഡിലുള്ളത് കേട്ടോ. 2 സൈഡിലുള്ളതും ഇതേപോലെ ഒന്ന് നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക. ബ്രഷ് ഉപയോഗിച്ച് അതുകൊണ്ടാണ് നമ്മൾ നല്ല ടൈറ്റ് ചെയ്ത് കെട്ടണമെന്ന് ഞാൻ പറഞ്ഞത്. നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിങ്ങനെയൊന്ന് ഇവിടേക്കൊന്ന് കോർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെറുതായിട്ട് മതി കേട്ടോ. ഒത്തിരി ടൈറ്റ് ചെയ്ത് നമ്മൾ കോർക്കരുത്. ഇങ്ങനെയൊന്ന് പതുക്കെ ഒന്ന് കോർത്ത് കൊടുക്കുക. മുടി അവിടെ നിന്ന് അങ്ങോട്ട് മാറിപ്പോകാതെ ഇരിക്കാനായിട്ട്. ഇതേപോലെ ഇത്രയും മതി കേട്ടോ. ഇത്രയൊന്ന് ഇതുപോലെ 2 സൈഡിലും അങ്ങനെ തന്നെ ഒന്ന് കോർത്ത് കൊടുക്കുക. ഫ്രണ്ടിൽ നമുക്കിതുപോലെ ബ്രഷ് ഉപയോഗിച്ച് ഒന്ന് ഇങ്ങനെയൊന്ന് ആക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ ഒന്ന് കിട്ടും. അപ്പോൾ ലെവലല്ലാത്തതൊന്ന് ലെവൽ ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിലും അങ്ങനെ തന്നെ നമുക്കൊന്ന് ആക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ബാക്കിൽ ഇതെല്ലാം കൂടെ വെച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കെട്ടിക്കൊടുത്താലും മതി. ഇങ്ങനെ കെട്ടിയെടുക്കണമെന്നുണ്ടെങ്കിൽ കെട്ടിക്കൊടുത്താലും മതി. ഇതേപോലെ നമുക്ക് വേണമെങ്കിൽ കെട്ടിയെടുക്കാം കേട്ടോ. ഇതേപോലെ കെട്ടിയെടുത്താലും മതി, അങ്ങനെ ആയാലും മതി. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഒപ്പം നമുക്ക് കട്ട് ചെയ്തിടണമെങ്കിൽ കട്ട് ചെയ്തിടാം കേട്ടോ. ഇത് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ഇങ്ങനെ എടുക്കുന്നതിൻ്റെ അകത്തേക്ക് നമ്മൾ നൂലെടുത്ത് നമുക്ക് ഒന്നും കൂടെ നമ്മൾ നൂലെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ അടിയിൽ നമുക്കൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ഇതേപോലെ ഒന്ന് കെട്ടിയിട്ട് കൊടുക്കാം. നൂല് നമ്മൾ തയ്ച്ച് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് കെട്ടി കൊടുക്കാം. നമുക്ക് മാർക്കർ ഉപയോഗിച്ച് ചെറിയൊരു കണ്ണും പിരിയൊക്കെ നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം ചുണ്ട് വരയ്ക്കുന്നതിന് ഞാൻ ചുമന്ന മാർക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊരു വായും ചുണ്ടും കൂടെ നമുക്കിതേപോലെ ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇത്രയും നമുക്ക് ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതാ കുറച്ച് ബനിയൻ തുണി തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ 2 കളറിൽ 2 ബനിയൻ തുണി ഇതേപോലെ നീളത്തിൽ നമുക്ക് വേണം. സെയിം തന്നെ കളറായാലും ഈ കളറായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതിന് ശേഷം ഇതേപോലെ നൂല് നമുക്ക് ഇതേപോലെ ചുറ്റിയെടുക്കാം. ഇത് ഇത്രയായിട്ട് നമുക്കിതിങ്ങനെ മാറ്റി വയ്ക്കാം. അതിന് ശേഷം നൂല് ഇതിൽ നമുക്ക് ചുറ്റിയെടുക്കാം. ഒത്തിരി അധികം നൂല് വേണം കേട്ടോ. ഈ നീളത്തിൽ നമുക്ക് ഇതേപോലെ നൂലിങ്ങനെ കുറച്ചധികം ചുറ്റിയെടുക്കാം.
നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ എടുക്കാം കേട്ടോ. നൂല് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ആ നൂല് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. ഇതേപോലെ ചുറ്റിയെടുക്കുക. ഇതേപോലെ ഇത്രയും ചുറ്റിയെടുക്കുക. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്ററിൽ വെച്ച് നമുക്കൊന്ന് കെട്ടിയെടുക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് ഊരി പോകാത്ത വിധത്തിൽ നമുക്കിതൊന്ന് കെട്ടിയെടുക്കണം. ഇനി ഒന്ന് കെട്ടിയെടുക്കുക. ഇത് രണ്ടും സെൻറ്ററിലായിരിക്കണം കേട്ടോ. ഇതിങ്ങനെ തുല്യമായിട്ടുള്ള രീതിയിൽ വേണം നമുക്കിതൊന്ന് കെട്ടിയെടുക്കാൻ. അതിന് ശേഷം ബ്രഷ് ഇട്ട് നമുക്കിതൊന്ന് തൂത്ത് കൊടുക്കാം. ഇതിങ്ങനെ ഒന്ന് തൂത്ത് എല്ലാം ഒന്ന് നേരെയാക്കുക. ഇപ്പുറത്തെ സൈഡും അതുപോലെ തന്നെ നമുക്കിതെല്ലാം ഒന്ന് തൂത്ത് ലെവലാക്കി എടുക്കാം. അതിന് ശേഷം ഇതിൻ്റെ സെൻറ്റർ കണ്ട് നമുക്ക് ഇതേപോലെ നമ്മൾ പഞ്ഞി ഇതെടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ സെൻറ്റർ കണ്ട് നമുക്ക് ഇതിലേക്ക് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇതിങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് വെച്ച് നമുക്ക് തിരിച്ച് ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം. അതിന് ശേഷം ഇതിൻ്റെ ഇത് ഇവിടെയായിട്ട് നമുക്ക് ഒരു വെള്ള നൂലോ ഏതെങ്കിലും ഒരു വേറൊരു കളർ നൂലിടുകയോ അല്ലെങ്കിൽ സെയിം കളർ നൂലിട്ടോ നമുക്കിതൊന്ന് കെട്ടിക്കൊടുക്കാം. ഒരു സൈഡിലായിട്ട് നമുക്ക് കെട്ടിക്കൊടുത്താൽ മതി കേട്ടോ. കെട്ടിക്കൊടുക്കുന്നതിന് മുമ്പേ ഇത് രണ്ടും ഒരേപോലെ തന്നെ ഇരിക്കണം കേട്ടോ. ഞാനിത് ഇച്ചിരി ഒരു നൂലിങ്ങനെ എഴുന്ന് നിൽപ്പുണ്ട്, അതുകൊണ്ട് അതൊന്ന് അടിച്ചെടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് കെട്ടുവാണ് കേട്ടോ. ഇതിങ്ങനെ നൂലെല്ലാം ഒരേപോലെ തന്നെ ഇരിക്കണം. അതിന് വേണ്ടിയിട്ട് ബ്രഷ് ഇട്ട് ഒന്നും കൂടി നമുക്കൊന്ന് തൂത്ത് കൊടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കെട്ടിക്കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഈ തല നമ്മൾ വെച്ചേക്കുന്നത് തലയുടെ ഭാഗം നമ്മൾ ഇതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ വെച്ച് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ വെച്ചാൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇച്ചിരി നേരം പിടിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, നല്ലതല്ലേ. നന്നായിട്ട് ഒട്ടിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി നേരം നമുക്കിതൊന്ന് പിടിച്ചു വെച്ചുകൊണ്ടിരിക്കണം. ഇത് കൈ നമുക്ക് ഇത്രയും മതിയാവും, ഇത്ര മതിയാവും. അതിലേക്ക് നമുക്കിതൊന്ന് കെട്ടിയിട്ട് കൊടുക്കാം. ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് മാറ്റിക്കളയാം. അറ്റം ഒന്ന് കെട്ടിക്കൊടുക്കുക. ഇതേപോലെ രണ്ടും ഒരേപോലെ തന്നെ കെട്ടിക്കൊടുക്കുക. രണ്ടും ഒരേപോലെ തന്നെ വേണം കേട്ടോ, ഒപ്പം തന്നെ വേണേ. ഒപ്പം തന്നെ എടുത്ത് കെട്ടിയതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് ഇത് തമ്മിൽ നമുക്കൊന്ന് കൂട്ടി വെക്കണമെന്നുണ്ടെങ്കിൽ കൂട്ടി ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ കൂട്ടി വെക്കേണ്ട, ഇങ്ങനെ വേറെ സെപ്പറേറ്റ് കിടന്നാൽ മതിയെങ്കിൽ സെപ്പറേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ വെച്ച് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കുകയാണ്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പം ഫെവിബോണ്ട് തൂത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഇത് രണ്ടും കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു.
ഇതേപോലെ നൂല് ഉപയോഗിച്ച് നമുക്ക് ഭംഗിയുള്ള ഒരു പാവേനെ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിവിടെ നമുക്ക് തൂക്കിയിടാനായിട്ട് നൂല് ഉപയോഗിച്ച് നമുക്ക് കെട്ടി തൂക്കിയിടണമെങ്കിൽ തൂക്കിയിടാം. ഇതേപോലെ നൂല് ഉപയോഗിച്ച് നമുക്ക് മനോഹരമായിട്ടുള്ളൊരു പാവ ഇതേപോലെ നമുക്ക് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. കണ്ടോ, നല്ല ഭംഗിയല്ലേ ഇപ്പോൾ ഇത് കാണാനായിട്ട്. ഇതേപോലെ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. താങ്ക്